Hey guys, this is Charlie Bob and welcome back to another vlog. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതും ഈ വീഡിയോ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഞാൻ ഇനി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ KTU ഫ്യൂച്ചറിൽ കൊണ്ടുവന്നേക്കാവുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. അതായത് കുറച്ച് ഫ്യൂച്ചർ അപ്ഡേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ചേഞ്ചസ് ഒക്കെ നിലവിൽ വരുവാണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടും എല്ലാം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു 6 ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ എന്താന്ന് വെച്ചാൽ കരിക്കുലം മോഡേണൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മോർ ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കോഴ്സസ് ലൈക്ക് AI, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, IoT, അപ്പൊ ഈ കോഴ്സസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിലവിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ചേഞ്ച് എന്ന് വെച്ചാൽ സ്കിൽ ബേസ്ഡ് ലേണിംഗ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രി ട്രെയിനിങ് എല്ലാം KTU പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം നിലവിൽ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ നോളജ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എൻഹാൻസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോർ ഓൺലൈൻ കോഴ്സസ് ആൻഡ് MOOC കോഴ്സസ്. അപ്പം നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓൺലൈൻ കോഴ്സസും മൂക്കും കോഴ്സസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനിയുള്ള അടുത്ത ഒരു ചേഞ്ച് ആണ് ഗ്ലോബൽ കൊളാബറേഷൻ. അപ്പൊ എനിക്ക് ഇത്രയും ചേഞ്ചസ് നോക്കിയതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേഞ്ചസ് ആണ് ഇത് നിലവിൽ വരുവാണെങ്കിൽ നൈസ് ആയിരിക്കും. ഗ്ലോബൽ കൊളാബറേഷൻ എന്ന് വെച്ചാൽ ഇന്ററാക്ട് വിത്ത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബൽ ടെക് കമ്പനീസ്. അപ്പോ നമുക്ക് കൂടുതൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിട്ട് ഒന്ന് കൊളാബറേഷൻ ചെയ്യാൻ പറ്റും. കൂടുതൽ ഇന്റർനാഷണൽ കണക്ഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റേൺഷിപ്സ്, ഗ്ലോബൽ ടെക്നിക്കൽ കമ്പനീസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്യാനും നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ വരുന്നതാണ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ KTU സ്റ്റുഡൻസ് ടു സ്റ്റഡി SM ഓർ മോർ SEM അറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. നമുക്ക് KTUയിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഒരു സെമ്മോ കൂടുതൽ സെമ്മോ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു ചേഞ്ച് ഇതിൽ തന്നെയുള്ളതാണ് ഡ്യുവൽ ഡിഗ്രി ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമുക്ക് KTU പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് വേറെ ഡിഗ്രിയും പാരലൽ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ ഓൺലൈൻ ലെക്ചേഴ്സ് ബൈ ഇന്റർനാഷണൽ പ്രൊഫസേഴ്സ് എടുക്കുന്ന ഓൺലൈൻ ലെക്ചേഴ്സ് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാനും അതുവഴി നമുക്ക് നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് ഗ്ലോബൽ കൊളാബറേഷൻ എന്നുള്ള ചേഞ്ച് വഴി KTU ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ചേഞ്ച് ആണ് എൻഹാൻസ് ഇൻഡസ്ട്രി കൊളാബറേഷൻ, ഇൻഡസ്ട്രി റിലേറ്റഡ് വർക്ക്ഷോപ്സ്, ഹാക്കത്തോൺസ് എക്സെട്ര. അതായത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് എല്ലാം ഇംപ്രൂവ് ആക്കും. കൂടുതൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ഹാക്കത്തോൺസ്, ഇന്റേൺഷിപ്സ് ഇതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കും. അതുവഴി നമുക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതും അല്ലാണ്ട് എക്സ്പെർട്ടൈസിന്റെ അണ്ടറിൽ നമുക്ക് കുറച്ചുകൂടെ സൂപ്പർവിഷൻ കിട്ടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ആയിട്ട് വരുത്തിയേക്കുന്ന ഒരു ചേഞ്ച് ആണ് സ്ട്രെങ്തൻ പ്ലേസ്മെന്റ് സപ്പോർട്ട്. നമ്മുടെ പ്ലേസ്മെന്റ് സപ്പോർട്ട് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യും ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ്. പിന്നെ പ്ലേസ്മെന്റ് സെൽസിന്റെ സപ്പോർട്ട് എല്ലാം കൂട്ടും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് തരും. കോഡിംഗ് സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് അവർ കൂട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ടെക്നിക്കൽ ഇന്റർവ്യൂസ് എല്ലാം കുറെ പേര് ഫെയിൽ ആവാറുണ്ട്. ടെക്നിക്കൽ ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിക്കോട്ടെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് KTU പ്രൊവൈഡ് ചെയ്യും ഫ്യൂച്ചറിൽ നിന്നാണ് പറയുന്നത്. പിന്നെ പ്ലേസ്മെന്റ് സെൽസ് കൊളാബ് വിത്ത് ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള നമ്മുടെ കൊളാബറേഷൻസും കൂടെ കൂട്ടുമെന്നാണ് പറയുന്നത്. അതുവഴി നമുക്ക് നല്ലൊരു സാലറി പാക്കേജ് ഉള്ള ജോബ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 6 ചേഞ്ചസ് ആണ് KTU ഫ്യൂച്ചറിൽ കൊണ്ടുവരും എന്ന് പറയപ്പെടുന്നത്. ഇത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഈ ഒരു ചേഞ്ചസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ചേഞ്ചസ് ഇനി വേണമെന്ന് തോന്നുവാണെങ്കിലും അതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ എന്റെ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.